السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖിനാൽ ആഫിയത്തോടുകൂടി നമുക്കെല്ലാവർക്കും പ്രവേശിക്കാൻ സാധിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ റമളാനിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ഓരോ റമളാനുകൾ കടന്നു പോകുമ്പോഴും മനുഷ്യരെല്ലാം വ്യത്യസ്ത തരത്തിലാണ് റമളാനിനെ നോക്കിക്കാണുന്നത്. അതിൽ ചില ആളുകൾ റമളാൻ തന്നിലേക്ക് വരുന്നതോ അത് തന്നിൽ നിന്നും അകന്നു പോകുന്നതിനെ കുറിച്ചോ യാതൊരു വ്യാകുലതയുമില്ലാതെ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ടെൻഷനും ഇല്ലാതെ പോകുന്ന ആളുകളാണ്. റമളാൻ വന്നാൽ എന്ത്, അത് എന്നിൽ നിന്നും പോയാൽ എന്ത്, എൻ്റെ ജീവിതത്തിൽ ഇനി പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല എന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ദിനേനയുള്ള ഭക്ഷണ സമയക്രമം മാറി എന്നുള്ളതല്ലാതെ മറ്റൊരു മാറ്റവും അവർക്കുണ്ടാവുകയില്ല. 7-8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്നവർ ഫജ്റിന് മുമ്പ് കഴിക്കുന്നു എന്ന് മാത്രം. ഉച്ചക്കുള്ള ഭക്ഷണം അത് മഗ്രിബിൻ്റെ സമയത്തേക്ക് മാറി എന്നതല്ലാതെ റമളാനിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉദ്ദേശിക്കാത്ത ആളുകളുണ്ട്. രണ്ടാമത്തെ വിഭാഗം അവരെക്കാൾ മെച്ചപ്പെട്ട ആളുകളാണ്. അവർ റമളാനിലേക്ക് മാത്രമായി ചില നിഷിദ്ധങ്ങളൊക്കെ മാറ്റിവെക്കണമെന്ന് നിയത്താക്കിയ ആളുകളാണ്. റമളാൻ കഴിഞ്ഞ ഉടനെ തന്നെ അതെല്ലാം ആരംഭിക്കണം. ഒരു വേള റമളാൻ ഒരു ഭാരമാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം എല്ലാം തുടങ്ങാൻ എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചവരാണ്. മൂന്നാമത്തെ വിഭാഗം അവരെക്കാൾ അല്പം മെച്ചപ്പെട്ടവരാണ്. റമളാനിൽ അവർ ഹറാമുകളെല്ലാം ഉപേക്ഷിക്കുന്നുണ്ട്. അതെല്ലാം ജീവിതത്തിൽ എന്നേക്കുമായി ഒഴിവാക്കണമെന്ന ആഗ്രഹവുമുണ്ട്. എന്നാൽ വേണ്ടതുപോലെ റമളാനിനെ ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയിട്ടുള്ള ഈ റമളാൻ അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ ഒഴിവു സമയങ്ങളെല്ലാം തന്നെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. സമയം കൊല്ലുന്നതിന് വേണ്ടി മാർഗങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അങ്ങനെ റമളാനിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഈ 3 കൂട്ടരും സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ നാലാമത്തെ വിഭാഗം കൂട്ടരിലാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടേണ്ടത്. റമളാൻ മാസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യം നൽകിയ, അല്ലാഹു തആല അമലുകൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുന്ന നിമിഷങ്ങളാണ് ഈ മാസത്തിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ള മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ മാസത്തിൽ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം, കൂടുതൽ അമലുകൾ ചെയ്യുന്നവർ, സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഖുർആൻ പാരായണവും നിസ്കാരങ്ങളും ദിക്റുകളും ദുആകളുമെല്ലാം പ്രത്യേകമായി ഈ മാസത്തിന്റെ പോരിശ മനസ്സിലാക്കി വർദ്ധിപ്പിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇത്തരത്തിൽ ആളുകൾ വ്യത്യസ്ത തരക്കാരായി തീർന്നിട്ടുള്ളത്? പരിശോധിച്ചു നോക്കിയാൽ അത് ഓരോരുത്തരുടെയും ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. റമളാനുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും വിശ്വാസം എന്താ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇത്തരം വ്യത്യസ്ത തരത്തിലേക്കായി പോയിട്ടുള്ളത്. അഥവാ ഈമാൻ എന്നുള്ളത്, വിശ്വാസം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഓരോ കർമ്മത്തിനെയും കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഓരോരുത്തരും അവന്റെ ഖൽബിൽ ഈ റമളാനിന് എന്ത് സ്ഥാനം നൽകി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ റമളാനിനെ ഈ 4 രൂപത്തിലായി കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ അത് നന്നാക്കി തീർക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം അത് നന്നാക്കി തീർക്കേണ്ടതുണ്ട്.
നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലൂടെ, രാത്രി നിസ്കാരങ്ങളിലൂടെ പാപമോചനം ഒരാൾക്ക് നൽകുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഈമാനിനെ നിബന്ധനയാക്കി പറഞ്ഞത് കാണാൻ സാധിക്കും. മൻ സാമ റമളാന, ആര് റമളാൻ മാസത്തെ നോമ്പനുഷ്ഠിച്ചു, ഈമാനൻ, വിശ്വാസത്തോടുകൂടി എന്നാണ് പറഞ്ഞത്. മൻ ഖാമ റമളാൻ, ആര് റമളാനിന്റെ രാവിലെ നിസ്കരിച്ചു, ഈമാനൻ, വിശ്വാസത്തോടുകൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് അവർക്ക് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത്. അഥവാ പാപങ്ങൾ പുറത്തു തരാൻ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടണമോ വേണ്ടേ എന്നെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് സഹോദരങ്ങളെ അവന്റെ മനസ്സിൽ അവൻ എന്തുമാത്രം തഅലീം, ആദരവ് ഈ മാസത്തിന് നൽകിയെന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രത്യേകമായി ഞാൻ ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാൻ ചെയ്തിരിക്കുന്ന ഹറാമുകളിൽ നിന്നെല്ലാം തൗബ ചെയ്ത് മാറിയിരിക്കേണ്ടതുണ്ട് എന്നെല്ലാം മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിനെ ഏറ്റവും നന്നായി നമ്മൾ സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അതെ, തീർച്ചയായും റമളാനിന് വിശ്വാസവുമായി ബന്ധമുണ്ട്. ആ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് റമളാൻ കൊണ്ട് അല്ല മുഴുവൻ ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ റമളാനുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, ഏതൊരു ഇബാദത്തും നാം നിർവഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. വിശിഷ്യ റമളാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്, അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടൊന്നു മാത്രമാണ് എനിക്ക് റമളാനിലെ നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മിന്നത്ത്, അവന്റെ ഔദാര്യം, അതുകൊണ്ടല്ലാതെ ഇബാദത്തുകൾ ഒന്നും തന്നെ എനിക്ക് നിർവഹിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. നോക്കൂ, മുഅ്മിനീങ്ങളായതിന്റെ പേരിൽ, വിശ്വാസികളായതിന്റെ പേരിൽ താൻ പോരുമ പറഞ്ഞ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യമുന്നൂന അലൈക അൻ അസ്ലമു. ഇതാ ചില ഗ്രാമവാസികളായ ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ ഇസ്ലാമിലായി എന്നുള്ളത് നിങ്ങൾ എടുത്തു പറയേണ്ടതായ ഒരു കാര്യമല്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നിങ്ങൾക്ക് ഈമാനിലേക്കുള്ള, വിശ്വാസത്തിലേക്കുള്ള ഹിദായത്ത്, മാർഗദർശനം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ, നിനക്ക് എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നീ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഇബാദത്തുകൾ ചെയ്യുന്നിടത്ത് എന്നിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യവും അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, അൽ ആരിഫു യസീറു ഇലല്ലാഹി അസ്സ വജൽ ബൈന മുശാഹദത്തിൽ മിന്നതി വമുതാലഅതി ഐബിൻ നഫ്സി വൽ അമൽ. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ ഒരാൾ അവൻ ഏതൊരു അമൽ ചെയ്യുമ്പോഴും അവൻ യഥാർത്ഥത്തിൽ അവൻ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒന്ന്, മുശാഹദത്തിൽ മിന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം നൽകിയത് കൊണ്ടാണ് എനിക്ക് ഈ ഇബാദത്ത് എടുക്കാൻ സാധിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. അതേപോലെ തന്നെ വമുതാലഅതി ഐബിൻ നഫ്സി വൽ അമൽ, അവന്റെ അമലുകളിലും അവന്റെ സ്വശരീരത്തിലും ഒരുപാട് കുറവുകൾ അവൻ സംഭവിപ്പിക്കുന്നുണ്ട്, ഒരുപാട് കുറവുകൾ അവൻ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അവൻ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തെക്കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത് കൊണ്ടാണ് എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവർ, ഇബാദത്തുകൾ നിർവഹിക്കാൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവർ തീർച്ചയായും ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ സാധിക്കുന്ന രൂപത്തിലെല്ലാം തന്നെ അവനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാകുക നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം നമ്മിലേക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ സ്തുതികൾ സഹോദരങ്ങളെ നമ്മൾ പറയണം. എന്തിനാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഓരോ നിസ്കാരത്തിന്റെ വേളയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കുകൾ കൊണ്ട് ഫാത്തിഹ ആരംഭിച്ചത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഭക്ഷണം ലഭിച്ചാൽ അൽഹംദുലില്ലാഹ്, വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ്, വാഹനത്തിൽ കയറിയാൽ അൽഹംദുലില്ലാഹ്, വസ്ത്രം ധരിച്ചാൽ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൗതികമായും പാരത്രിക ലോകത്തേക്കുമുള്ള മുഴുവൻ നന്മകളും ഖൈറുകളും നമുക്ക് നൽകിയത് എന്ന് സഹോദരങ്ങളെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഇനി ചിന്തിച്ചു നോക്കൂ, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തെല്ലാം ഖൈറുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്.
ഒന്നാമത് ആഫിയത്തോടുകൂടി ഈ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളത് എത്ര വലിയ ഖൈറാണ്. എത്ര ആളുകൾ റമദാനിന്റെ തലേ ദിവസം വരേക്കും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഈ കൂടിയിരിക്കുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്ത്, ജീവിതം ബാക്കി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ, സുലൈമാൻ തൈമി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരുന്നു, ഖൂമു, നിങ്ങളെല്ലാവരും എണീറ്റ് പ്രവർത്തിക്കുക, ഫലഅല്ലകും ലാ തുദ്രികൂഹു ബഅദ ആമികും ഹാദാ, ഒരു വേള അടുത്തൊരു വർഷം, അടുത്തൊരു റമദാൻ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ അത് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കണം സഹോദരങ്ങളെ. പലർക്കും നൽകാത്തതായ ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി ആഫിയത്തോടുകൂടി ഈ മാസത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അമലുകൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ, പരിശ്രമിക്കാൻ സാധിക്കുക. ഖബറിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവർക്കൊരു ദിക്റുകളിന് അധികം ചെല്ലാൻ സാധിക്കുകയില്ല, അവർക്കൊരു നിസ്കാരം അധികം നിസ്കരിക്കാൻ സാധിക്കുകയില്ല, നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുകയില്ല. മുൻഗാമികളിൽ ചിലർ പറഞ്ഞല്ലോ, ഖബറിലുള്ള ആളുകളോട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ഇനി ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ ഒരു പക്ഷെ പറയുക, റമദാനിൽ ഒരു ദിവസം ലഭിക്കണം റബ്ബേ എന്നായിരിക്കും. കാരണം ആ റമദാനിൽ ഒരു ദിവസത്തിൽ അവന്റെ അമലുകളുടെ കൂട്ടത്തിൽ എന്തുമാത്രം തൂക്കമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഖബറിന്റെ ലോകത്തെത്തുമ്പോൾ ഓരോ മനുഷ്യനും, ഓരോ മയ്യിത്തും തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ചിന്ത നമുക്ക് വേണം. ഒരുപാട് ആളുകൾക്ക് ലഭിക്കാത്തതായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കണം. അതേപോലെ സഹോദരങ്ങളെ, ആ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ പ്രതിഫലങ്ങൾക്ക് നിശ്ചയിച്ച കാരണമാക്കിയിട്ടുള്ള ഈ നോമ്പെന്ന് പറയുന്ന അമൽ. അത് എളുപ്പമുള്ള അമലാണ്, ആർക്കും സാധിക്കുന്നതായ അമലാണ്. വലിയ പ്രയാസമുള്ള ഒന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഇബാദത്തുകളായി അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 5 നേരത്തെ നിസ്കാരം എത്ര എളുപ്പമാണ്, നോമ്പ് എത്ര എളുപ്പമാണ്, അതിന്റെ സമയം എത്ര കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര എളുപ്പമുള്ള ഇബാദത്തുകളാണ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ അവന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എങ്ങനെ നോമ്പെടുക്കണമെന്നുള്ള കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്ന കൃത്യമായിട്ടുള്ള പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ ഓരോ മുസ്ലിമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി തീർന്നില്ല, റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഈ നോമ്പെടുക്കാനുള്ള ശാരീരികമായ കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഒന്ന് ഹോസ്പിറ്റലുകളിലേക്കും അതുപോലെയുള്ള രോഗങ്ങളായി വീടുകളിലും കഴിയുന്ന ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവർക്ക് നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് നോമ്പെടുക്കാൻ സാധിക്കാതെ ഹോസ്പിറ്റലുകളിൽ താൽക്കാലികമായും അതല്ലെങ്കിൽ എന്നെന്നും നിത്യരോഗികളുമായും കഴിയുന്ന ആളുകൾ എത്രയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ആരോഗ്യത്തോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും നോമ്പെടുക്കാനും ഒക്കെ സാധിക്കുന്നത് എന്നുള്ളത് സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഇതല്ലേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ പറയുന്ന വാചകത്തിന്റെ പൊരുൾ. ഹയ്യാ അലസ് സ്വലാ, നിസ്കാരത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇതാ വരാമെന്ന് പറയാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രഖ്യാപിക്കാനാണ്. അത് ഒരു കഴിവും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടല്ലാതെ നമുക്കില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഈ നോമ്പെടുക്കാനുള്ള ശാരീരികമായ കഴിവും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നാവുകളിൽ നമ്മൾ പതിവാക്കേണ്ട ദിക്റുകളിൽ പെട്ടതാണ്, ദുആകളിൽ പെട്ടതാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നീ എനിക്ക് സഹായം നൽകണം. അലാ ദിക്രിക്, നിന്നെ ഓർക്കാൻ, വ ശുക്രിക്, നിനക്ക് നന്ദിയേകാൻ, വഹുസ്നി ഇബാദത്തിക്, ഈ നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹുവേ നല്ല രീതിയിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ അല്ലാഹുവേ നീ എനിക്ക് അനുഗ്രഹിക്കണമേ, നിന്റെ സഹായം വേണമേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തേടണം. സഹോദരങ്ങളെ, ഒരിക്കലും മറന്നു പാടില്ലാത്ത കാര്യമാണ്. മുൻഗാമികളിൽ ചിലർ റബീഅ് ഇബ്നു ഹൈസം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം ഓരോ നോമ്പ് തുറക്കുമ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദി അആനനി ഫസുംതു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവ്വസ്തുതിയും. അവനാണ് നോമ്പെടുക്കാനുള്ള കഴിവെനിക്ക് നൽകിയത്. ഫസുംതു, ഞാൻ അങ്ങനെ നോമ്പെടുത്തു. വറസഖനി ഫഅഫ്തർതു, അല്ലാഹു എനിക്ക് റിസ്ക് നൽകി, അങ്ങനെ നോമ്പ് തുറക്കാനും സാധിച്ചു എന്ന് അദ്ദേഹം ഓരോ നോമ്പ് തുറക്കുന്ന വേളയിലും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തുകൊണ്ട് പറയുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. ഈ നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ അത്താഴം കഴിച്ചവരാണ്. ഇനി നോമ്പ് തുറക്കുമ്പോൾ പല വിഭവങ്ങളെയും പ്രതീക്ഷിക്കുന്നവരാണ്. ആരാണ് നമുക്കിത് നൽകിയിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പെടുക്കാനുള്ള ശാരീരികമായ കഴിവ് നൽകി. ഈ നോമ്പെടുക്കാനുള്ള റിസ്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകി. ഈ ഒരു അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറമെ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ മുസ്ലിമീങ്ങളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് എത്ര കോടാനുകോടി ജനങ്ങളുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാതെ. എന്തു റമദാൻ, എന്ത് ലൈലത്തുൽ ഖദറും, എന്ത് തറാവീഹ്, എന്ത് നോമ്പ്, ഇതൊന്നിനെ കുറിച്ചും അറിയാതെ, ഇസ്ലാമിനെ കുറിച്ച് അറിയാതെ എത്ര എത്ര ആളുകൾ സഹോദരങ്ങളെ നമുക്ക് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവ്വസ്തുതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മുസ്ലിമീങ്ങളാക്കി. ഇബാദത്തുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞു. ഈ പറയുന്ന ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു. എത്ര വലിയ നിഅമത്താണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകരുടെ കൂട്ടത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റത്തെ നന്ദി ഉണ്ടാകണം. ഇനി തീർന്നില്ല. ഈ റമദാനിന്റെ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിസ്തനാക്കി. സുഫ്ഫിദത്തി ശയാത്തീൻ. റമദാൻ മാസം ആഗതമായാൽ ആകാശത്തിന്റെ കവാടങ്ങൾ മലക്കെ തുറക്കുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. പിശാചുക്കൾ ബന്ധിസ്ഥരാവുകയാണ്. എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണകൾ ഉണ്ടാകുന്നു, തിന്മകൾ ചെയ്യാനുള്ള പ്രേരണകൾ കുറയുന്നു. നമ്മൾ തിന്മകളിലേക്ക് സദാ വസ്വാസ് നടത്തി നമ്മൾ അതിലേക്ക് നയിക്കുന്ന പിശാചുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. ഇനി നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര എത്ര ഇരട്ടി പ്രതിഫലമാണ് നൽകിയിട്ടുള്ളത്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ അത്തസ്ബീഹത്തു ഫീ റമളാൻ കഅൽഫി തസ്ബീഹത്തിൻ ഫീ ഗൈരി റമളാൻ. റമളാനിൽ ചൊല്ലുന്ന ഒരു തസ്ബീഹിന്, ഒരു സുബ്ഹാനഹുക്ക് മറ്റു മാസങ്ങളിൽ ചൊല്ലുന്ന തസ്ബീഹിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. ഇത്രയുമെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഇബാദത്തുകളുടെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമയത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാഴാക്കി പോകുന്ന സമയങ്ങളെക്കുറിച്ച്, നിമിഷങ്ങളെക്കുറിച്ച് ഖേദമുണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ മുശാഹദത്തു തഖ്സീറ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വരുത്തുന്ന വീഴ്ചകളെ കുറിച്ചിട്ടാണ്. എത്ര എത്ര അമലുകൾ ചെയ്താലും നമുക്ക് എപ്പോഴും നമ്മളെ കുറിച്ചിട്ട് നമ്മൾ നന്നായി ചെയ്തിട്ടില്ല എന്ന ചിന്ത തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് യാഥാർത്ഥ്യം. നോക്കൂ, മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലദീന ഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. അല്ലാഹുവിൽ വിശ്വസിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർ റബ്ബിന്റെ കാര്യത്തിൽ ഹൃദയങ്ങൾ പേടിച്ച് ഉറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ എന്തായി പോകും എന്ന് ബേജാറുള്ളവരാണ്. അതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഓരോ ദൃഷ്ടാന്തങ്ങളിലും കൃത്യമായി വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അല്ലാഹുവിൽ ഒരു നിലക്കുമുള്ള ശിർക്ക് ചെയ്യാത്ത ആളുകളാണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. കൊടുക്കേണ്ടതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിൽ വലിയ പേടിയുണ്ട്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി പോകേണ്ടതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കാതായി പോകുമോ എന്ന പേടി കൊണ്ട് ഹൃദയങ്ങൾ ഉറങ്ങലിക്കുന്നുണ്ട്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അവരാണ് നന്മകളിൽ മുന്നേറിയിട്ടുള്ള ആളുകൾ, അവർ മുൻകടന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുകയും എന്നിട്ട് പിന്നെയും ഹൃദയത്തിൽ ഇത്ര പേടിയും? അവരിങ്ങനെ തിന്മകൾ ചെയ്യുന്നവരാണോ, മദ്യപിക്കുന്നവരാണോ, വ്യഭിചരിക്കുന്നവരാണോ, മോഷ്ടിക്കുന്നവരാണോ? ഈ നന്മകൾ ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെയുള്ള ഹറാമുകളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടോ? എന്താണ് അവർക്ക് നന്മകൾ ചെയ്യുമ്പോഴും പേടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അങ്ങനെയല്ല ആയിഷ. ഹുമുല്ലദീന യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ. അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നവരാണ്. വഹും യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോകുമോ എന്ന പേടിയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ വല്ല ലംഘനവും വരുത്തുമെന്നുള്ള ചിന്തയാണോ? ലാ വല്ലാഹ്, ഒരിക്കലും അതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനത്തിൽ ഒരൊട്ട് കുറവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അവന്റെ വാഗ്ദാനങ്ങളിൽ ലംഘനം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുകയില്ല. പക്ഷേ നമ്മൾ ഈ എടുക്കുന്ന നോമ്പ് അതെന്തു നോമ്പാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പാലിച്ചിട്ടുണ്ടോ എന്ന ചിന്ത ഒരുവൻ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സമയത്ത് അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കുമോ, വേണ്ടത്ര ഞാൻ കൊടുത്തിട്ടുണ്ടോ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിൽ നിന്നും നന്ദി കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചിന്തകൾ എപ്പോഴും അവൻ അലട്ടിക്കൊണ്ടേയിരിക്കും. അതല്ലാതെ അമലുകൾ ചെയ്യുമ്പോഴേക്കും പൂർണ്ണ തൃപ്തനായിക്കൊണ്ട് എപ്പോഴും ആശ്വാസത്തോടുകൂടി അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നതായിരിക്കുകയില്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. സഹോദരങ്ങളെ, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഈ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ സഹോദരങ്ങൾ, അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവനെ കുറിച്ച് ചിന്തിക്കുന്ന വേളയിൽ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പാപ്പരാണ്, ദരിദ്രനാണ് എന്ന ചിന്ത അവനിൽ ഉണ്ടാകും.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും തൗബ ചെയ്യേണ്ടവനാണ്. ഞാൻ ഈ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ടൊന്നും ആയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം എന്നെ മൂടിപ്പൊതിയാതെ, എന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകാതെ എനിക്ക് രക്ഷയില്ല എന്ന ചിന്ത അവനുണ്ടാകും. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ഓരോ നിസ്കാരവേളയിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ ആദ്യം അല്ലാഹു തആലയോട് നമ്മൾ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, വല്ല കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരണം എന്നാണ് പറയുന്നത്. രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ട് ഇതാ സഹറിന്റെ സമയത്ത്, അത്താഴ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇത്രയെല്ലാം നിസ്കരിച്ചത് കൊണ്ട്, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചത് കൊണ്ട് അഹങ്കരിക്കുകയല്ല, അത്താഴ സമയത്ത് വീണ്ടും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. അല്ലാഹുവേ, കുറവുകൾ വന്നിട്ടുണ്ട്, അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നേടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുറവിനെ കുറിച്ച് എപ്പോഴും ചിന്തയുണ്ടാകണം. ആ ചിന്തയുണ്ടാകുമ്പോൾ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ ആവശ്യക്കാരായ പാപ്പരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ അദ്ദേഹം പറയുന്നുണ്ട്, മൻ ലഹു ബസീറത്തുൻ ബിനഫ്സി വബസീറത്തുൻ ബിഹുഖൂഖില്ലാഹ്. ആർക്കാണോ സ്വന്തത്തെക്കുറിച്ചും അല്ലാഹുവിന് അവൻ നൽകേണ്ടതായ അവകാശത്തെക്കുറിച്ചും കൃത്യമായ തിരിച്ചറിവുള്ളത്, വഹുവ സാദിഖുൻ ഫീ ത്വലബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്ന കാര്യത്തിൽ സത്യസന്ധനാണ്, അല്ലാഹുവിനെ തേടുന്ന കാര്യത്തിൽ സത്യസന്ധനാണ്. ലം യുബ്ഖി ലഹു നദറുഹു ഫീ സയ്യിആതിഹി ഹസനതൻ അൽബത്ത, അവൻ ചെയ്ത തിന്മകളെയൊന്നും നന്മകളായി കാണുന്നുമില്ല. അങ്ങനെയുള്ള ധാരണ ഒരാൾക്കുണ്ടെങ്കിൽ ഫലാ യൽഖല്ലാഹ ഇല്ലാ ബിൽ ഇഫ്ലാസിൽ മഹ്ദി വൽ ഫഖ്രി സർഫ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരിക്കലും തന്നെ ഒരു പാപ്പരാണെന്നുള്ള അവസ്ഥയിലല്ലാതെ കാണുകയില്ല. ഒന്നും കയ്യിലില്ലാത്ത ദരിദ്രനെ പോലെ അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ കണ്ടുമുട്ടുകയില്ല. ലിഅന്നഹു ഇദാ ഫത്തശ അൻ ഉയൂബി നഫ്സിഹി വ ഉയൂബി അമലിഹി, കാരണം ഒരാൾ തന്റെ സ്വന്തത്തെക്കുറിച്ചുള്ള കുറവുകളും താൻ ചെയ്തിട്ടുള്ള അമലുകളെ കുറിച്ചിട്ടുള്ള കുറവുകളെ കുറിച്ചും ശരിക്ക് പരിശോധിച്ചാൽ അലിമ അന്നഹാ ലാ തസ്ലുഹു ലില്ലാഹ്, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കുന്നതാണ് എന്ന് അവൻ തോന്നുകയില്ല. വ അന്ന തിൽകൽ ബിളാഅത ലാ തുഷ്തറാ ബിഹ നജാതു മിൻ അദാബില്ലാഹ്, ഈ പറയുന്ന ചരക്കുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നരകത്തിൽ നിന്നും രക്ഷ നേടാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ തിരിച്ചറിയും. ഫദ്ലൻ അനിൽ ഫൗസി ബി അലീമി സവാബില്ലാഹ്, എന്നിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇതൊന്നും കൊണ്ട് എനിക്ക് നരകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന ചിന്ത അവനുണ്ടാകുമെന്നാണ്. എന്നിട്ടല്ല വലിയ സ്വർഗത്തിലെ സ്ഥാനങ്ങൾ, സൗധങ്ങൾ എനിക്ക് ലഭിക്കുന്നത് എന്ന ചിന്തയുണ്ടാകും. സഹോദരങ്ങളെ, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതേപോലെ എന്നാൽ ഇപ്പുറത്ത് നമുക്ക് ഇഖ്ലാസോടുകൂടി എനിക്ക് അമലുകൾ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുക. എല്ലാം നല്ല നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അമലുകൾ ചെയ്യാൻ സാധിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സാധിക്കുമ്പോൾ പോലും അവന് ചിന്തയുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടൊന്നു മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമില്ല എങ്കിൽ, തൗഫീഖ് ഇല്ല എങ്കിൽ, ഹിദായത്ത് ഇല്ല എങ്കിൽ ഒരിക്കലും തന്നെ ഇങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് അവനുണ്ടാകും. ഇങ്ങനെ എല്ലാ നിലക്കും സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിഞ്ഞാൽ അവൻ എപ്പോഴും അവന്റെ കാര്യം, അവന്റെ സ്വന്തമായിട്ടുള്ള കുറവും, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ചും സഹോദരങ്ങളെ അവൻ ചിന്തിക്കുന്നതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇബാദത്തുകൾ നന്നാക്കാൻ സാധിക്കുന്നതാണ്, കുറവുകൾ നികത്താൻ സാധിക്കുന്നതാണ്. ചെറിയ അമലുകൾ ചെയ്യുമ്പോഴേക്കും മതിമറന്നുകൊണ്ട് റുജുമുണ്ടാകുന്ന, സ്വയം പര്യാപ്തത തോന്നുന്ന, അല്ലെങ്കിൽ സ്വന്തത്തിന് വലിയ ആളായി പോയി എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവൻ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നോമ്പെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ദീർഘമായി നിസ്കരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, നോമ്പിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിശ്വാസപരമായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാഠമാണ് ഉബൂദിയത്തിന്റെ പാഠം എന്നുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേവലം അടിമകൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവ് ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമിനും ഉണ്ടായിരിക്കേണ്ടതായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സമയത്ത് നോമ്പെടുക്കാൻ പറയുമ്പോൾ നോമ്പെടുക്കേണ്ടതുണ്ട്. രാത്രിയിൽ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ്, പകല് നോമ്പെടുക്കൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി രാത്രിയിൽ നോമ്പെടുക്കാൻ പറയുകയാണെങ്കിൽ, പകല് നോമ്പ് ഒഴിവാക്കാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വാക്ക് സമിഅനാ വ അതഅനാ, നമ്മളത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നാണ്. അതല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി സഹോദരങ്ങളെ നമ്മുടേതായ ഒരു തീരുമാനങ്ങളില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ ദുനിയാവാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്. ഇവിടെ ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അല്ലാഹു എങ്ങനെ ജീവിക്കാൻ പറയുന്നുവോ അങ്ങനെ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് സഹോദരങ്ങളെ നോമ്പ് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. നോമ്പിന്റെ എന്തുകൊണ്ട് ഒരു മിനിറ്റ് വൈകാതെ കൃത്യമായി അത്താഴം നമ്മൾ കഴിച്ചു വിരമിക്കുന്നു?
എന്തുകൊണ്ട് കൃത്യമായി നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ ഒഴിവാക്കാൻ പറയുമ്പോൾ ഒഴിവാക്കുന്നു? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ് എന്ന് തിരിച്ചറിയുക. നോക്കൂ, നമ്മൾ ഓരോ ചെയ്യുന്ന ഇബാദത്തുകളും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ ഇതാ തക്ബീർ കെട്ടുന്നു, നിസ്കരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ റുക്കൂ ചെയ്യുന്നു, അവൻ പറഞ്ഞതുപോലെ സുജൂദ് ചെയ്യുന്നു, ഇടയിൽ ഇരുത്തം ഇരിക്കുന്നു. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെ നിശ്ചയിച്ചോ അതുപോലെ ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ജീവിതം മുഴുവനും നമ്മൾ ഇങ്ങനെ ആയി തീരേണ്ടതാണ്. നമ്മുടേതായിട്ടൊന്നുമില്ല. ഈ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഇതെങ്ങനെ വിനിയോഗിക്കണം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സമ്പാദിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇതെന്റെ സമ്പത്താണ്, എന്റെ ജീവിതമാണ്, എന്റേതാണ് എന്റെ എല്ലാം, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എനിക്കാണ് അതിന്റെ ചോയ്സ് ഉള്ളത് എന്ന് പറയുന്ന രീതി സഹോദരങ്ങളെ ഒരിക്കലും ശരിയല്ല. മറിച്ച് അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു അങ്ങനെ ചെയ്യാൻ പറഞ്ഞോ, ഞാൻ അങ്ങനെ ചെയ്തിരിക്കണം. അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ, അത് കൽപ്പന അതുപോലെ ശിരസ വഹിക്കണം. ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, ചെയ്യാൻ പാടില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുള്ളത്. അവൻ തീരുമാനിക്കും പോലെയാണ് കാര്യങ്ങൾ. അതല്ലാതെ ഞാനും നിങ്ങളും കേവലം അടിമകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളം കയ്യിൽ ഒന്നും പോലുമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന വേളയിൽ ഈ ആകാശങ്ങളെയും ഭൂമിയിലെയും അവന്റെ വലം കൈ കൊണ്ട് അതെടുക്കുന്നതായിരിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒന്നുമല്ലാത്ത പാപ്പരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ കേവലം അടിമകളാണ് എന്ന ചിന്ത നമുക്ക് വേണം. നമുക്ക് ഇവരുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഓരോന്നും ആ രൂപത്തിൽ അനുസരിക്കേണ്ടതാണ് എന്ന ചിന്ത നോമ്പിന്റെ പാഠങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലാതെ ഒരു ആദത്ത് പോലെ, ദിനചര്യ പോലെ നോമ്പെടുത്തു പോയാൽ പോരാ. അങ്ങനെയെന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ നോമ്പുകാരനായി, മഗ്‌രിബ് കൊടുക്കുമ്പോൾ അങ്ങനെ നോമ്പ് തുറന്നു, എന്താണ് ഞാൻ ഈ ചെയ്തു വെച്ചത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, എന്തിന് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന കാര്യത്തെക്കുറിച്ച് സഹോദരങ്ങളെ ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം നീ അള്ളാഹുവിന്റെ അടിമയാണ്. നിന്നോട് അങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. ഇതിന്റെ സമയം മാറ്റിക്കൊണ്ട് റമദാനിലെ നോമ്പ് ശവ്വാലിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അതല്ലെങ്കിൽ റമദാനിലെ നോമ്പ് നേരത്തെ ശഅബാനിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഇതിന്റെ സമയവും ഇതിന്റെ കാലവും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതനുസരിക്കുക എന്നുള്ള ബാധ്യതയാണ് അടിമയായ നിനക്കുള്ളത് എന്നുള്ള പാഠം സഹോദരങ്ങളെ നോമ്പിന്റെ വലിയ പാഠത്തിൽപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയ കാര്യത്തിന് മഹത്വം നൽകുക, അല്ലാഹു മഹത്വപ്പെടുത്തിയതിന് നീ മഹത്വം കൽപ്പിക്കുക എന്നത് നോമ്പിന്റെ വലിയ പാഠമാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞത് തന്നെ അസ്സൗമു ലീ വ അന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന്റെ പ്രതിഫലം നൽകുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ മഹത്വത്തെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നോമ്പിന് വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിന്റെ മഹത്വം അറിയുന്ന, മഹത്വം തിരിച്ചറിഞ്ഞ ഒരുവൻ ഒരിക്കലും തന്നെ ഈ മാസത്തിനെ അവൻ പാഴാക്കി കളയുകയില്ല. ആ മഹത്വത്തെ തിരിച്ചറിയാത്ത ആളുകളാണ് ഈ മാസത്തിലും ഹറാമുകളിൽ തുടരുന്ന ആളുകൾ. പകലിന് യാതൊരു വിലയും നൽകാതെ ഈ റമദാൻ മാസത്തിന്റെ പകലിൽ ഹറാമിൽ തുടരുന്നവർ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിക്കാൻ പറഞ്ഞ മാസത്തിന് പവിത്രത കൽപ്പിക്കാത്ത ആളുകളാണ്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ കാര്യങ്ങൾ പോലും ഈ റമദാൻ മാസമായിട്ട് പോലും അതിൽ യാതൊരു മാറ്റവും അവനില്ല. നിസ്കാരത്തിന് അവൻ പോകുന്നില്ല, ബാങ്ക് കൊടുത്താലും കിടന്നുറങ്ങുകയാണ്. ഇതാണ് റമദാനിന്റെ പകലിലും ഒരാളുടെ അവസ്ഥയെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം കൽപ്പിച്ച കാര്യത്തിന് അവൻ യാതൊരു മഹത്വവും നൽകിയിട്ടില്ല. ഇനി നിസ്കരിക്കുന്നുണ്ട്, നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. സമയം പോക്കുന്നതിന് വേണ്ടി നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെ സമയം കളയും, എങ്ങനെ സമയം കൊല്ലുമെന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ നോമ്പിന്റെ രാപ്പകലുകളിൽ ഒരുപാട് രൂപത്തിലുള്ള അനുവദിക്കപ്പെട്ട കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതിൽ വ്യാപൃതനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാതെ ഇരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നോമ്പിന്റെ മഹത്വം തിരിച്ചറിയാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയ കാര്യത്തിന് ഒരു വിലയും നൽകാത്തവനാണ്. അള്ളാഹു ഇതിന്റെ രാപ്പകലുകൾക്ക് ഓരോ നിമിഷങ്ങൾക്കും ഇത്ര ശ്രേഷ്ഠത നൽകുക, എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവന് തോന്നിയതുപോലെ ജീവിക്കുക, അവന് തോന്നിയതുപോലെ ഹറാമുകളിലോ അതല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ഹലാലുകളിൽ തന്നെ അധികമായി അവൻ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന തടസ്സം നിൽക്കുന്ന രൂപത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതേപോലെ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഈ നൽകിയിട്ടുള്ള നോമ്പിന്റെ വളരെ മഹത്തരമായ മറ്റൊരു പാഠത്തിൽപ്പെട്ടതാണ് ഹെർമാൻ, അതിൽ നിന്ന് നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളത്. അഥവാ എല്ലാം ചെയ്തുകൊണ്ട് നോമ്പെല്ലാം കൃത്യമായി എടുത്തുകൊണ്ട് പിന്നീട് അതിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ശേഷം ചെയ്യാൻ ഒരാൾ തീരുമാനിക്കുകയാണ് എങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. ആളുകൾ ഇതാ നോമ്പ് കഴിഞ്ഞാൽ പിന്നെയും പഴയ രൂപത്തിലേക്ക് മടങ്ങണമെന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അങ്ങനെ ചിന്തിക്കുന്നവർ നിങ്ങൾ തിരിച്ചറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പ് സ്വീകരിക്കാതിരിക്കാൻ ഒരേ ഒരു കാരണം മതി. ഈ നോമ്പ് കഴിഞ്ഞാൽ ഞാനിതാ പഴയ ഹറാമുകളിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള ചിന്ത നിന്നുണ്ട് എങ്കിൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത്. മഹാന്മാരായ മുഫസ്സിറുകൾ, മുൻഗാമികൾ വിശദീകരിച്ചു, ബിൽ കബായിർ, വൻ പാപങ്ങൾ കൊണ്ട്. അഥവാ നോമ്പ് കഴിഞ്ഞിട്ട് വൻ പാപങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ, അതിൽ നിന്നും അവന്റെ വൻ പാപങ്ങൾ എന്ത് ചെയ്യും? ആ സൽക്കർമ്മങ്ങൾ ഇല്ലാതാക്കി തീർക്കും. അവനിതാ നാവ് കൊണ്ടുള്ള ഹറാമുകൾ വീണ്ടും ചെയ്യുകയാണ്, അവന്റെ കണ്ണുകൾ കൊണ്ടുള്ള ഹറാമുകൾ വീണ്ടും ചെയ്യുകയാണ്, ലൈംഗിക അവയവങ്ങൾ കൊണ്ടുള്ള ഹറാമുകൾ വീണ്ടും ചെയ്യുകയാണ്, അവന്റെ ആമാശയത്തിലേക്ക് വന്നെത്തുന്ന ഹറാമുകളായ കാര്യങ്ങൾ അവൻ വീണ്ടും കുടിക്കുകയാണ്, കഴിക്കുകയാണ്. അവൻ ഈ ചെയ്തു കൂട്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങളെല്ലാം സഹോദരങ്ങളെ അതില്ലാതായി തീരും. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ നോമ്പിന് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നീ ചെയ്തുകൊണ്ടിരുന്ന ഈ സൽക്കർമ്മങ്ങൾ അത് നീ നിർത്താതെ തുടരണം. ഖുർആൻ പാരായണം അത് റമളാനിലേക്ക് മാത്രമല്ല, റമളാനിന് ശേഷവും സഹോദരങ്ങളെ ഖുർആൻ ഓതുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള ശീലം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഓരോ സൽക്കർമ്മങ്ങളും നമ്മൾ തുടങ്ങി വെക്കുന്നത് അത് റമളാനോടുകൂടി അവസാനിപ്പിക്കാനുള്ളതല്ല, മറിച്ച് സഹോദരങ്ങളെ അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം അതെപ്പോഴും പതിവാക്കിക്കൊണ്ടിരിക്കുന്ന അമലുകളാണ്. അങ്ങനെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഹറാമുകളിൽ വിട്ടുനിൽക്കാനുമുള്ള ഒരു മദ്രസയാണ് യഥാർത്ഥത്തിൽ റമളാൻ മാസം എന്ന് തിരിച്ചറിയണം. അങ്ങനെ റമളാനിനെ കുറിച്ച് ആ നിലക്ക് ഒരാൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ റമളാൻ കൊണ്ട് കിട്ടേണ്ടതായ നേട്ടങ്ങൾ ഒരുപക്ഷെ അവന് കിട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദത്തുകളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും ആ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين واغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها وصغيرها وكبيرها يا أرحم الراحمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.